സ്ക്രീൻ കാണാമോ? സ്ക്രീൻ ഓക്കെ വരും. മെക്കാനിസം ഓഫ് ക്രീപ്പ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് എടുത്തത്. മെക്കാനിസം ഓഫ് ക്രീപ്പ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് 2 ടൈപ്പ് മെക്കാനിസം ഉള്ളത്. ഒന്ന് ഡിസ്ലൊക്കേഷൻ കൊണ്ടുണ്ടാവുന്ന ക്രീപ്പ്, മറ്റേത് ഡിസ്ലൊക്കേഷൻ കൊണ്ടല്ലാത്ത രീതിയിൽ ഉണ്ടാകുന്ന ക്രീപ്പ്. 2 ടൈപ്പിൽ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഡിസ്ലൊക്കേഷൻ ക്രോസ് സ്ലിപ്പ്. ഒന്നാമത് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് ക്രോസ് സ്ലിപ്പ്. രണ്ടാമത്തത് നമ്മുടെ എഡ്ജ് ഡിസ്ലൊക്കേഷൻ കൊണ്ടുണ്ടാകുന്ന അതാണ് ഡിഫ്യൂഷനിലേക്ക് വരുന്ന സാധനം, ക്ലൈംബ് എന്ന് പറയുന്നത്. ഡിസ്ലൊക്കേഷൻ ക്ലൈംബ്. നേരെ ഡിസ്ലൊക്കേഷൻ അല്ലാത്ത രീതിയിൽ വരുന്നത് ഡിഫ്യൂഷൻ ആയിട്ടുള്ള വരുന്നത് ഒന്നാണ്. പിന്നെ ഒന്ന് നമ്മുടെ ഗ്രെയിൻ ബൗണ്ടറി സ്ലൈഡിങ് വരുന്നത്. ലൈക്ക് ഇത്രയൊക്കെയാണ് മെക്കാനിസം ക്രീപ്പ് വരുന്നത്. അതായത് മെക്കാനിസം ക്രീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മീൻ ചെയ്യണം. അതായത് നമ്മളെ ഇന്റേണൽ മൈക്രോസ്ട്രക്ചർ കൊണ്ടുണ്ടാകുന്ന ദ പ്രോപ്പർട്ടി ഓർ ദ ക്രീപ്പ് മെക്കാനിസം ഓഫ് ക്രീപ്പ് occur due to the internal microstructure property of a material. So here I am discussing about factors affecting the creep. What are the main factors which affects the creep? So you know that the main 3 factors which influence the creep are time, temperature and stress. Time, temperature and stress. So here other than the 3 factors, here it is described about different factors on. നമ്മൾ പറഞ്ഞ ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ അതല്ലാതെ ഈ ക്രീപ്പിനെ ഇന്റേണൽ ആയിട്ട് ഒരു മൈക്രോസ്ട്രക്ചറിനകത്ത് നമുക്ക് ഉണ്ടാകുമ്പോൾ അതിനെ എഫക്ട് ചെയ്യുന്ന ക്രീപ്പ് ഡിലേ ആവാനോ നേരത്തെ ആവാനോ അല്ലെങ്കിൽ കുറക്കാനോ കൂട്ടാനോ ഒക്കെ രീതിയിൽ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. നെഗറ്റീവ് വരാം, പോസിറ്റീവും വരാം. So material having higher thermal stability and higher melting point resist the creep. So material having higher thermal stability. Higher thermal stability means which will not break or which will not undergo creep under temperature. So here we discuss about creep as a temperature dependent process. So materials which having high thermal stability and higher melting point, which will cause a less amount of creep, and the chance of creep occurring will be lower in that type of material. Okay, annealed material having a higher thermal stability than a quenched material. Annealed higher temperature കൊണ്ടുപോയി ആ ചെയ്യുന്ന ഹയർ തെർമൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും. ക്വെഞ്ച് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അനീലിംഗ് നടത്തി കഴിഞ്ഞാൽ എന്താ ഹയർ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ചെയ്യുന്നതാണ് അനീലിംഗ് പ്രോസസ്. അപ്പോൾ അത്രയും ടെമ്പറേച്ചറിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ആ മെറ്റീരിയൽ നമ്മൾ കൊണ്ടെത്തിക്കുകയാണ്. സോ second point is a fine grained material is prone to grain boundary sliding at a higher temperature. So a fine grained material means a perfectly oriented, uniformly oriented crystal structure അകത്തുള്ള ഒരു മെറ്റീരിയൽ അതാണ് ഫൈൻ ഗ്രെയിൻഡ് മെറ്റീരിയൽ. ഗ്രെയിൻസ് ആർ about fine particles. It is not a coarse, it is fine particles. So for a fine grained material, the grain boundaries are very smooth and the chance for the occurring of creep under high temperature will be very less. So the fine grained material is to prone means to resist to the grain boundary sliding at a higher temperature. So even at a higher temperature, the sliding of grain boundary which will not occur due to the thermal stress. Right? സോറി, കൊയസ് ഗ്രൈൻഡ് മെറ്റീരിയലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്, ഹയർ ടെമ്പറേച്ചർ. ഫൈൻ ഗ്രൈൻഡ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതിന് റബ്ബിംഗ് ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ സ്ലൈഡിംഗ് ക്യാരക്ടേഴ്സും അധികമായിരിക്കും, സ്ലിപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ അധികമായിരിക്കും. ഓപ്പോസിറ്റ് ടൈപ്പ് കൊയേഴ്സ് മെറ്റീരിയൽസിലാണ് ഈ പറയുന്ന ഗ്രെയിൻ ബൗണ്ടറിയൊക്കെ ഈ റെസ്റ്റ് ചെയ്യാനുള്ള ക്രീപ്പ് റെസ്റ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ടാകുന്നു. ഫൈൻ ഗ്രൈൻഡിൽ ടെമ്പറേച്ചർ വേണമെന്ന് പെട്ടെന്ന് മൂവ്മെന്റ് എടുത്താനോ സ്മൂത്ത് മൂവ്മെന്റ് ഒക്കെ പോസിബിൾ ആകുന്നതാണ് ഫൈൻ ഗ്രൈൻഡ് മെറ്റീരിയൽ. ഓക്കെ, സോ തേർഡ് വൺ ഈസ് precipitation hardening. Precipitation hardening improves creep resistance. സോ precipitation hardening എന്ന് പറഞ്ഞാൽ precipitate ഫോം ചെയ്ത് ഹാർഡനിങ് പ്രോസസ്സിനകത്ത് precipitate ഫോം ചെയ്ത് അതിൻ്റെ സ്ട്രെങ്ത് കൂടുന്ന പ്രൊസീജിയറാണ് precipitation hardening എന്ന് പറഞ്ഞാൽ. സോ precipitation hardening നടത്തുന്ന അലോയ്സിലാണ്. സോ precipitation hardening alloys which improve creep resistance, that because the dislocation tendency of the material will be lower due to the precipitation hardening. So all these type of hardening process are done
to improve the hardness and toughness of material and to increase the bonding strength between the atoms. So by increasing the bonding strength between the atoms, the chance of dislocation will be lowered and thereby the chance of creep must be lowered. Dispersion hardening also. So all these type of hardening process, ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? To improve the property of that particular material and to improve the internal microstructure property of that particular material and thereby increasing the strength and bonding strength between the atoms in that material and by resisting the chance of causing creep inside that material. Okay. In a cold worked material, the slip process is less easy. So slip process means the cold work മെറ്റീരിയൽ എന്തായിരിക്കും? കുറച്ചും കൂടി ടഫായ മെറ്റീരിയൽ ആയിരിക്കും. സോ അതിൻ്റെ ഹാർഡ്നെസ് കുറച്ച് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നത്? കോൾഡ് വർക്ക് മെറ്റീരിയലിൻ്റെ മുകളിൽ നമ്മൾ ഹാർഡനിങ് അല്ലെങ്കിൽ സർഫസ് ഹാർഡനിങ് മെറ്റീരിയൽസ് ഒക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കോൾഡ് വർക്ക് മെറ്റീരിയൽ കുറച്ചും കൂടി കട്ടിയുള്ളത് ഉറപ്പുള്ളതായിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ ആയിരിക്കും. സോ അതിൻ്റെ ഭാഗത്ത് നമ്മൾ ഈ സ്ലിപ്പ് നടക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. മീൻസ് ദാറ്റ് സർഫസ് ആൻഡ് ദ ഇന്റേണൽ പ്രോപ്പർട്ടീസ് മസ്റ്റ് ബി വെരി ഹൈ ആൻഡ് ദാറ്റ് മച്ച് ടഫ്. അത്രയും ഉറപ്പുള്ളതായിരിക്കും ഈ കോൾഡ് വർക്ക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ. അതിനകത്ത് നടക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. Formation of substitution and solid solution improves curve presence. So by looking these all 6 characteristics or factors, we can arrive at a conclusion that any process which improves the internal microstructure properties or increasing the hardness of that material and by increasing the bonding strength between the material will increase the tendency, so increase the material to improve its quality and to resist the stress and to resist the creep formation. or creep ഉണ്ടാവാൻ സാധ്യത ഇത്രയും ഹാർഡ്നെസ് പ്രോസസ് അല്ലെങ്കിൽ അതിൻ്റെ ഹാർഡ്നെസ് സ്ട്രെങ്ത് കൂട്ടാനുള്ള ഏത് പ്രോസസ് എടുത്താലും അതെന്തായിരിക്കും? ക്രീപ്പിനെ തടയുന്നതായിരിക്കും. ക്രീപ്പ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി തടയുന്നതായിരിക്കും എന്നുള്ളതാണ് ഫാക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ. Then what are creep resistance materials? So what are creep resistance materials? ഇതുപോലുള്ള എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, ഇപ്പം ഇത്രയും പ്രോസസ്സുകൾ നടന്ന മെറ്റീരിയൽ ക്രീപ്പ് റെസിസ്റ്റൻസ് മെറ്റീരിയൽ ആയിരിക്കും അല്ലേ? ഇത്രയും ക്രീപ്പ് നടന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ ഇത്രയും പ്രോസസ്സുകൾ നടന്നിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ക്രീപ്പ് റെസിസ്റ്റൻസ് മെറ്റീരിയൽ ആയിരിക്കും. സോ materials of high melting point like refractories, superalloys, ceramic, etc., which is having higher melting point and also the materials having higher thermal stability will resist the creep. We have studied that higher temperature, high thermal stability material and higher creep resistance material will reduce the creep ഉണ്ടാവാനുള്ള സാധ്യത കുറക്കുന്നതാണ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പോൾ അതേപോലെ മെറ്റീരിയൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞാൽ നമുക്ക് പറയാം ഹയർ തെർമൽ സ്റ്റെബിലിറ്റി മെറ്റീരിയൽ ആൻഡ് ഓൾസോ high material which is having a high melting point will resist the chance of causing creep. Alloys with solutes of lower diffusivity. Coarse grained materials. Directionally solidified alloys with columnar grains. So അത് എന്ന് വെച്ചാൽ അതിന് ഗ്രെയിൻ പ്രോപ്പർട്ടി, ഗ്രെയിൻ അത്രയും സ്ട്രക്ചർ ഉള്ളതും അല്ലെങ്കിൽ അത്രയും സ്ട്രെങ്ത് കൂടിയ ഗ്രെയിൻസ് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്നാണ് അർത്ഥം. സിംഗിൾ ഗ്രെയിൻഡ് മെറ്റീരിയൽസ്. സോ സിംഗിൾ ഗ്രെയിൻഡ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റ ഗ്രെയിൻ. അപ്പോൾ ഗ്രെയിൻ ബൗണ്ടറി എണ്ണം കുറവായിരിക്കും. ആ ഗ്രെയിൻ ബൗണ്ടറി എണ്ണം കുറവായതുകൊണ്ട് തന്നെ ചാൻസ് ഓഫ് ഗ്രെയിൻ ബൗണ്ടറി സ്ലൈഡിങ് ഓർ ദ സ്ട്രെങ്ത് ലോവറിങ് സ്ട്രെങ്ത് ഓഫ് ഗ്രെയിൻ ബൗണ്ടറി വിൽ ബി റിഡ്യൂസ്ഡ്. ഗ്രെയിൻ ബൗണ്ടറിയിൽ ഒറ്റ ഗ്രെയിൻ ആണെങ്കിൽ അത് അത്രയും, അതായത് പോളി ക്രിസ്റ്റലൈൻ ഇല്ലാത്ത ഒറ്റ ക്രിസ്റ്റൽ മെറ്റീരിയൽ ആണെങ്കിൽ അതിന് കുറച്ചും കൂടി ശക്തി കൂടുതലായിരിക്കും. അവിടെ ചാൻസ് ഗ്രെയിൻ ബൗണ്ടറികൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗ്രെയിൻ ബൗണ്ടറിയെ ബേസ് ചെയ്തിട്ടുള്ള ഡിഫക്ട്സ് ഒന്നും ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കും. വയേഴ്സ് ഗ്രൈൻഡ് മെറ്റീരിയൽസിലാണ് കൂടുതൽ എന്താ ഈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇത് കൂടുതൽ, സ്ട്രെങ്ത് കൂടുതൽ. അതുകൊണ്ട് തന്നെ അതിന് ഈ പറഞ്ഞ ഘടകങ്ങൾ കുറവായിരിക്കും. സോ ഇത് നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി പഠിച്ചാൽ തന്നെ നമുക്ക് ഈ മെറ്റീരിയൽസിനെ കുറിച്ച് പറയാൻ പറ്റും. അപ്പോൾ എത്രയും തെർമൽ സ്റ്റെബിലിറ്റിയുടെ മെറ്റീരിയൽ, ഹയർ മെറ്റീരിയൽ ഹാവിങ് ഹയർ മെൽറ്റിംഗ് പോയിന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് കൂടുതൽ വരുന്നത്. ആൻഡ് ദ സ്ട്രക്ചറൽ ചേഞ്ചസ് ഡ്യൂറിങ് ക്രീപ്പ്. പക്ഷേ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം ഇത്രയും ഇത് ക്രീപ്പിനെ കുറിച്ച് ഞാൻ കൂടുതൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ കുറേ കാര്യങ്ങളാണ്. അതായത് ക്രീപ്പിനെ കുറിച്ച് കൂടുതലായിട്ട് അപ്പോൾ നിങ്ങൾക്ക് നോട്ടായി തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ആഡ്. കാരണം ഈ ക്രീപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് മെക്കാനിസം ഓഫ് ക്രീപ്പ് ആൻഡ് ടൈപ്സ് ഓഫ് ക്രീപ്പ് ആൻഡ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ ക്രീപ്പ്, ക്രീപ്പ് ടെസ്റ്റ്, ക്രീപ്പ് കർവ്, ഇത്തരം കാര്യങ്ങളാണ് ക്രീപ്പിനകത്ത് വരുന്നത്. സോ സ്ട്രക്ചറൽ ചേഞ്ചസ് ഡ്യൂറിങ് ക്രീപ്പ് മീൻസ് ദ ഇന്റേണൽ മൈക്രോ പ്രോപ്പർട്ടികൾ എന്തായിരുന്നു മാറ്റം വരുന്നത്, അല്ലെങ്കിൽ ക്രീപ്പ് ഉണ്ടാകുമ്പോൾ മാറ്റം. നേരത്തെ പറഞ്ഞ പോലെ ഡിഫക്ട്സ് ഉണ്ടാവാം അല്ലേ,
ഡിഫക്ട്സ് ഉണ്ടാകുമ്പോഴുള്ള കാര്യം ഡിഫോർമേഷൻ ബൈ സ്ലിപ്പ് നമുക്കതിന് ഈ മെക്കാനിസം പഠിച്ചാണ് സ്ലിപ്പിൻ്റെ കാര്യങ്ങൾ, ക്രോസ് സ്ലിപ്പ്, അതേപോലെ തന്നെ ഗ്രെയിൻ ബൗണ്ടറി സ്ലൈഡിങ്, സബ് ഗ്രെയിൻ ഫോർമേഷൻ. ഇതിപ്പോൾ ഈ അഡീഷണൽ സബ് ഗ്രെയിൻ ഫോർമേഷൻ മാത്രമേ നമുക്ക് അറിയാതിരിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം അറിയുന്ന കാര്യമാണ്. അതായത് ഡിഫോർമേഷൻ ബൈ സ്ലിപ്പ് അറിയാം, ഡിഫോർമേഷൻ നടക്കുന്നുണ്ട്, ക്രോസ് സ്ലിപ്പ് നടക്കുന്നുണ്ട്, അതേ മെക്കാനിസമാണ് ഇതിൽ നടക്കുന്നത്. ഡിഫോർമേഷൻ നടന്നിട്ടാണ് അവിടെ ബ്രേക്കേജ് ഉണ്ടാകുന്നത്. ബ്രേക്കേജ് ഉണ്ടാവുകയാണ് ഫ്രാക്ചർ ഓർ ഫാറ്റിഗ് വിൽ occur or creep occurs, and subgrain form or grain boundary sliding is also a defect that causes grain boundaries and thereby reducing the strength of grain boundaries. And subgrain formation മാത്രമാണ് ആകെ അറിയാത്തത്, അത് നോക്കാം. So subgrain formation or polygonization. Subgrain formation or polygonization. What is mean by subgrain formation? സോ ഗ്രെയിൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്, ക്രിസ്റ്റൽസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതിനകത്ത് ഞാൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്ത് വരുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ. സോ അതേപോലെ തന്നെ വായിച്ചു നോക്കി മനസ്സിലാവും. ബെൻഡിങ് ഓഫ് ക്രിസ്റ്റൽസ് റിസൾട്ട് ഇൻ എ ഫോർമേഷൻ ഓഫ് എസ് ഡിസ്ലൊക്കേഷൻ ഓഫ് ദ സെയിം സൈഡ്. സോ ബെൻഡിങ് ഓഫ് ക്രിസ്റ്റൽസ് വിച്ച് മീൻസ് ദ ഫോൾഡിങ് ഓർ ക്രിസ്റ്റൽസ് മടങ്ങിപ്പോയി അല്ലെങ്കിൽ ബെൻഡ് ആകുന്ന സമയത്ത് ബെൻഡിങ് ഓഫ് ക്രിസ്റ്റൽസ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് എക്സസ് ഡിസ്ലൊക്കേഷൻ. സോ അത് ഡിസ്ലൊക്കേഷൻ ആണ്. ക്രിസ്റ്റൽസ് ഡിഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ഡിസ്ലൊക്കേഷൻ തന്നെയാണ്. സോ bending of crystals results in the formation of excess dislocation of the same side. When the bent crystal is annealed at higher temperature, dislocation climb can occur readily. When this bent crystal is annealed at high temperature, that is, when a crystal is binding on about to any plane, ഒരു പ്ലെയിന് കണക്കായിട്ടിരിക്കും അത് ബെൻഡ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്ലിപ്പ് പ്ലെയിന് അല്ലെങ്കിൽ പ്ലെയിന് കണക്കായിട്ടായിരിക്കും ബെൻഡ് ചെയ്യുന്നുണ്ടാവും. സോ ആ പ്ലെയിന് കണക്കായിട്ട് ബെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എഡ്ജിന് കണക്കായിട്ടായിരിക്കും ബെൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവിടെ എഡ്ജ് ഡിസ്ലൊക്കേഷൻ ഉണ്ടാകാനുള്ള കാരണവും അത് ഡിസ്ലൊക്കേഷൻ ക്ലൈംബ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. When this bent crystals annealed at high temperature, dislocation climb can occur readily. As a result, the crystal will break down to a number of closely related small perfect crystal segments. Due to the formation of dislocation climb by this type of bending of crystals, there is a chance of formation and crystal will break down to form a number of closely related perfect crystal segments. These dislocations rearrange themselves in certain arrays. Dislocation will rearrange themselves in a certain arrays, which is known as low angle boundary. Arrays എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെയർ ഫോം ചെയ്ത് വരുന്നതാണ് arrays എന്ന് പറയുന്നത് കേട്ടോ. ഒരു ലെയർ ആയിട്ട് ഫോം ചെയ്ത് വരുന്നത് arrays, താഴോട്ടായിട്ട് വരുന്നത്. Low angle boundary. This dislocation rearranges in certain arrays, which is called low angle boundary. Low angle boundaries so developed are called as sub-boundaries. Okay. The crystal agent they separate are called subgrains, and this process is known as subgrain formation or polygonization. So as a result of bending of crystals, when this bending crystal is annealed at high temperature, dislocation climb can occur readily, and therefore crystal will reduce or crystal will break down into a number of closely related small perfect crystalline segments. These dislocations rearrange themselves in certain arrays, which is called low angle boundary. പുതിയതായിട്ടുണ്ടാകുന്ന ഡിസ്ലൊക്കേഷൻസിനെ ഒരു അറയെ ഫോം ചെയ്ത് ലോ ആംഗിൾ ബൗണ്ടറി ഉണ്ടാകും. ആ ലോ ആംഗിൾ ബൗണ്ടറി ഡെവലപ്പ് ചെയ്യുന്ന അതിൻ്റെ പേരാണ് സബ് ബൗണ്ടറി എന്ന് പറയുന്നത്. എന്താണ് ആ സബ് ബൗണ്ടറിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ സബ് ഗ്രെയിൻസ് ആണ്. സബ് ഗ്രെയിൻസ് ഉള്ളതുകൊണ്ടാണ് സബ് ബൗണ്ടറി ഉണ്ടാവും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സബ് ഗ്രെയിൻസ് ആർ ഫോം ഇൻസൈഡ് എ crystal when it is break down into several dislocations, and this boundary create boundary separating that subgrains are known as subgrain boundary, and this process is known as subgrain formation or polygonization. Grain boundary side നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. We are straightly moving to creep test, from which we are drawing our creep curve. So as we study about fatigue test and its figure, like the same method here, we are conducting a creep test. The method is to find out the creep properties of a material, and which is a time dependent and temperature dependent. A particular temperature, ഒരു പെർട്ടിക്കുലർ ടൈമിൽ അകത്ത് നടക്കുന്ന മെറ്റീരിയലിനകത്ത് നടക്കുന്ന മാറ്റങ്ങൾ മെഷർ ചെയ്യുന്ന, അല്ലെങ്കിൽ അത് സ്ട്രെസ് കൊടുത്തിട്ട് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കൊടുത്തിട്ട് എത്ര സമയം കൂടുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ
ബേസിക്കലി ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നതാണ് ക്രീപ്പ് കർവ്. അപ്പോൾ അത് നടത്തുന്ന ടെസ്റ്റിന് പറയുന്ന പേരാണ് ക്രീപ്പ് ടെസ്റ്റ്. So creep test is conducted to determine the continuing change in the deformation of a material at elevated temperatures when stressed below the yield point. Yield point എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പുള്ള പോയിന്റാണ്. ഈ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ എലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും വളഞ്ഞിട്ട് പോകുന്ന ആ ഒരു പോയിന്റ് yield പോയിന്റ് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ മാക്സിമം yield ചെയ്യുന്ന പോയിന്റ്. സോ ഇലാസ്റ്റിക് ലിമിറ്റും കഴിഞ്ഞിട്ടുള്ള പോയിന്റാണ് yield പോയിന്റ്. സോ yield പോയിന്റ് എത്തുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങളാണ് ക്രീപ്പ് ടെസ്റ്റ്. അത് പൊട്ടിപ്പോകുന്ന നമ്മൾ എടുക്കുന്നില്ല, പൊട്ടിക്കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നില്ല. സോ അതുവരെയുള്ള കാര്യങ്ങൾ എടുത്തിട്ട് ഡ്രോ ചെയ്യുന്ന കർവ് ആണ് ക്രീപ്പ് കർവ്. സോ ഇറ്റ് ഈസ് ടു ഡിറ്റർമൈൻ ദി continuing change in the deformation of a material at elevated temperatures when stressed below the yield point. When stress is applied at a higher temperature and at a higher looking at a mean time, you can find or you can measure the change that occurs in a material when the temperature and when the stress is applied. And variable measured are stress, strain, temperature and time. So here variables used. Variables നമ്മൾ ഈ പുറന്ന പോയി നമ്മൾ കൊടുക്കുന്ന വേരിയബിൾസ് മാറ്റാനും കോൺസ്റ്റന്റ് വേരിയബിൾസ് ഉണ്ടാവും, വേരിയബിൾ ആയിട്ടും ഉണ്ടാവും. കോൺസ്റ്റന്റ് വേരിയബിൾസ് ഉണ്ടാവില്ല, കോൺസ്റ്റന്റ് വാല്യൂസ് ഉണ്ടാവും, വേരിയബിൾസ് ഉണ്ടാവും, മാറുന്നതും മാറാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ബൈ വിച്ച് വേരിയബിൾസ് മെഷേർഡ് ആർ stress, strain, temperature and time. So stress, strain, temperature and time, that is the variable. Stress is applying, stress is the value we applying, and strain is the result we obtaining. Stress കൊടുത്താൽ അതിന് കണക്കായിട്ട് strain കിട്ടുന്നതാണ് stress, strain. The temperature is kept constant and we are looking and we are when we are choosing a particular time period for which the test is to conduct. Okay, creep test. So creep test നടത്തുന്ന ഫിഗർ അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ. നമ്മൾ ഫാറ്റി ടെസ്റ്റിന് ഉപയോഗിച്ച ഫിഗർ ഓർമ്മയുണ്ടാവും. അതേപോലെ തന്നെ വെയിറ്റ് ലോഡ് കൊടുത്തിട്ട് വെയിറ്റ് ലോഡിലാണ് നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നത്. റൈറ്റ്, ലോഡിലാണ് നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നത്. ടെൻഷൻ സ്പെസിമെൻ ഇവിടെ പ്ലേസ് ചെയ്യാണ്. റൈറ്റ്, വി ക്യാൻ സി സ്പെസിമെൻ ഈസ് പ്ലേസ്ഡ് ഹിയർ. ഫർണസ് ഈസ് ഹിയർ. ഫർണസിലേക്ക് നമ്മൾ കയറ്റി വെക്കും ടു ഒബ്റ്റെയിൻ എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. ആൻഡ് സ്പെസിമെൻ ഈസ് ഹോൾഡഡ് ഹിയർ. അല്ലേ, സ്പെസിമെൻ ഈസ് ഹോൾഡഡ് ഹിയർ. Specimen holders are the specimen is held here and is connected to a shaft and connected to a loading, and the load is applied here. Loading weights are the ആ വെയ്റ്റ്സിലേക്ക് നമ്മൾ കൊടുക്കുന്ന ലോഡ് കൂട്ടിക്കൂടി കൊടുക്കുമ്പോഴാണ് കൂടുതൽ സ്ട്രെസ് അതിലേക്ക് വരുന്നത്. സ്ട്രെസ് നേരിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്യും, കൊടുക്കുന്ന നേരിട്ട് ഈ സ്പെസിമെനിലേക്ക് അപ്ലൈ ചെയ്യും. ആൻഡ് ഇസ് ഹാൻഡിൽ ഈസ് ടു റിമൂവ് ഓർ റിലീസ് ദാറ്റ് പെർട്ടിക്കുലർ സ്പെസിമെൻ എടുക്കാനും വരാനൊക്കെ നമുക്ക് ഇവിടെ ഹാൻഡിൽ ബാർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫർണസിലേക്ക് കയറ്റി വെക്കുന്നുണ്ട്, സ്പെസിമെൻ കൊടുത്തിട്ടുണ്ട്. ഈ ചെറിയൊരു ഫിഗറാണ്, നമുക്കത് ഈസി ആയിട്ട് വരക്കാൻ വരുന്നേ ഉള്ളൂ. മീൻസ് ഒരു വെർട്ടിക്കുലർ പൊസിഷനിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്പെസിമെൻ ഈസ് ദർ. ആൻഡ് ദെൻ നേരെ ഓപ്പോസിറ്റ്ലി പോസ്റ്റിൻ്റെ അപ്പുറത്തായിട്ട് വെയിറ്റും ഉണ്ടാവും, അത് നേരെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. ആൻഡ് ഹാൻഡിൽ ഈസ് ദർ ടു റൊട്ടേറ്റ് ആൻഡ് ടു റിമൂവ്, അത് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതിൻ്റെ ഒറിജിനൽ മെറ്റീരിയലിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ സ്ട്രക്ചർ. സോ ടോപ്പ് പ്ലേറ്റ്, ഓൾ ഓഫ് ദ സ്ട്രക്ചർ പ്രോപ്പർട്ടീസ് ആർ ലേബിൾഡ് ഹിയർ. ഫോൾക്രം ടോപ്പ് പ്ലേറ്റ്, ഇതൊക്കെ ആ പറഞ്ഞ ഈ വെയിറ്റ് താഴേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ലിവറിൽ വെയിറ്റ് കൊടുക്കുകയാണ്. ഡെഡ് വെയിറ്റ് നമ്മൾ മാറി മാറി കൊടുക്കുന്നു. സോ അത് സ്പെസിമെൻ ഗ്രിപ്സ് കൊടുത്തിരിക്കുന്നത് ഈ സ്പെസിമെൻ ഹോൾഡേഴ്സാണ്. ഫർണസിലേക്ക് നമ്മൾ ഫർണസ് ഇതിലൂടെ അറ്റാച്ച് ചെയ്യാണ്. സോ ഇതിൽ ഫർണസിലേക്ക് കയറ്റുന്നത് കപ്പിളിങ് കൊടുക്കുന്നത് ഈ വെയിറ്റ് നേരെ ഈ പറഞ്ഞ ഹോൾഡേഴ്സിലേക്ക് നേരിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബേസ് പ്ലേറ്റ് ഈസ് ദ all property, all the machines are arranged or fitted inside a base plate by which material is stressed up to a limit by allowing or gain some base. That means stress is applied. And what are the procedures happening inside? വരക്കുന്നുണ്ടോ? നിങ്ങൾ വരക്കുന്നുണ്ടല്ലോ? ഞാനത് തന്നിട്ടുണ്ട്, അത് സ്ലൈഡിലേക്ക് നോക്കി ടൈം വേസ്റ്റ് ചെയ്യണ്ട. നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, എന്നിട്ട് നോക്കി വരക്കാം. അല്ലെങ്കിൽ ഞാൻ സ്ലൈഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, സ്ലൈഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് വരക്കാം. റൈറ്റ്, ക്രീപ്പ് ടെസ്റ്റ് വരച്ചിട്ട് ക്രീപ്പിലേക്ക് വന്നാൽ മതി. Creep test is that the procedure behind a creep test is
The test is carried out at a constant temperature by applying a fixed load or stress. So constant temperature is maintained by using the what? By using the dead weight, by using the furnace, by keeping it in the furnace. A fixed fixed temperature, a constant temperature is maintained inside a particular material by applying a fixed load or stress. ലോഡ് കൊടുക്കുകയാണ്, ആ ലോഡ് നമ്മൾ കൂട്ടി കൊണ്ടുവരും, അല്ലെങ്കിൽ ആ സ്ട്രെസ് കൊടുക്കുന്നത് മാറി കൊണ്ടുവരും. ഫിക്സഡ് ലോഡാണ് ആദ്യം കൊടുക്കുന്നത്. The induced strain in the specimen is noted at every window of time. The strain is measured. Strain is measured by what? By time period. After some interval, strain is measured. നമ്മൾ കൊടുക്കുന്ന സ്ട്രെയിൻ കണക്കായിട്ട് ഇത്ര സമയത്ത് ഒരു 10 സെക്കൻഡിൽ അല്ലെങ്കിൽ 20 സെക്കൻഡിൽ എത്ര സ്ട്രെയിൻ വന്ന് നോക്കുക. സോ കുറച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ടൈം പീരീഡ് എടുത്ത് അത് കൃത്യമായ ടൈം പീരീഡ് ഒരു 20 സെക്കൻഡ് നോക്കിയാൽ അടുത്ത 20 സെക്കൻഡിലും ചേഞ്ച് നോക്കുക, അടുത്ത 20 സെക്കൻഡ് ചേഞ്ച് നോക്കുക. ഓരോ സെക്കൻഡ് ഓരോ പെർട്ടിക്കുലർ ടൈം പീരീഡിൽ വി ആർ regularly watching the strain happens inside that material for the material by applying a stress, by applying constant load dead by system ഒക്കെ ലിവർ ഒക്കെ യൂസ്, അതായത് അപ്ലൈങ് ഡെഡ് ബൈ രൂപത്തിലാണ് നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നത്. The specimen needs to place in a electric furnace to provide elevated temperature. So here we can see a yellow shaped furnace is there. So it is an electrical furnace. നമുക്ക് തീ ചൂളയിലകത്ത് വെക്കാൻ പറ്റില്ല, വെച്ചാലാണ് സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് വെക്കാൻ പറ്റാത്തതെന്ന് പറയാൻ പറ്റും? നമുക്കിതൊരു ഹോട്ട് ടെമ്പറേച്ചർ റീജിയനിൽ കൊണ്ട് വെക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? Can anyone say? What is the reason behind we are using electrical furnace and we are not using any type of other material to apply temperature? അറിയില്ലേ? എന്തുകൊണ്ടായിരിക്കും? നമുക്കിവിടെ വേണ്ടത് എന്താണ്? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ് അല്ലേ? ഒരു ഫർണസിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കിട്ടണമെന്നുണ്ടോ? എല്ലാ സമയത്തും കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രിക് റെസിസ്റ്റൻസ് സെറ്റ് ചെയ്ത് ഇത്ര ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇലക്ട്രിക് ഫർണസ് പറഞ്ഞാൽ ഇലക്ട്രിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, ഇലക്ട്രോണിക് മെറ്റീരിയൽസ് നമുക്ക് കൃത്യമായ വാല്യൂ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ഇസ് യൂസ്ഡ് ഫോർ അപ്ലൈയിങ് ടെമ്പറേച്ചർ. എന്തിനാണ്? കൃത്യമായ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ, എപ്പോഴും ഒരു ടെമ്പറേച്ചർ തന്നെ നിൽക്കണം. അതുകൊണ്ട് ഇലക്ട്രിക്കൽ ഫർണസ് ഉപയോഗിച്ചിട്ട് കൃത്യമായ ടെമ്പറേച്ചറിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രിക്കൽ ഫർണസ് ഉപയോഗിക്കുന്നത്. സോ അത് മാത്രമല്ല, മറ്റ് പല എക്യുപ്മെന്റ്സ് ഇതിൻ്റെ കൂടെയുണ്ട്, അതൊക്കെ അതൊന്നും ഡാമേജ് ആയി പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് കണ്ടോ, അത് ഓപ്പൺ ചെയ്ത ലെവലാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ക്ലോസ് ചെയ്യും, ഈ യെല്ലോ ഇഷ് ക്ലോസ് ചെയ്യും. കാരണം മറ്റുള്ള പാർട്സിലൊന്നും ഇതിൻ്റെ ടെമ്പറേച്ചർ കൊണ്ട് എഫക്റ്റ് ഉണ്ടാകാൻ പാടില്ല. സോ ടെമ്പറേച്ചർ ഇലക്ട്രിക് ഫർണസ് അതിനകത്ത് മാത്രം കിട്ടണം, ഇലക്ട്രിക് റെസിസ്റ്റൻസ് അതിനകത്ത് മാത്രം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. റൈറ്റ്. Now specimen can be heated to a specific temperature. Now the specimen is heated by using the electrical furnace by up to a specific temperature. A temperature വെച്ചിട്ട് ആ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കും. A specific temperature ഹീറ്റ് ചെയ്യും, എന്നിട്ട് കോൺസ്റ്റന്റ് ആക്കി വെക്കും. At the same time, constant load is applied. Constant load is applied by using the dead weight, and the resulting strain in the specimen is measured using strain gauge or extensor meter. So strain gauges are used to measure strain gauge. സ്ട്രെയിൻ ഗേജുകൾ ഉണ്ട്. ഗേജസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ എത്ര പോയി എത്ര കൂടിയെന്ന് വലിഞ്ഞെന്ന് നമുക്ക് അറിയാൻ പറ്റും. ആദ്യമേ സ്റ്റാൻഡേർഡ് ഗേജസ് ഉണ്ട്, അത് വെച്ചിട്ട് ഇത് ചേഞ്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. So gauges are used to measure using the strain gauges are used mainly. Strain gauges are used to measure the strain which results by using the by applying a suitable stress. Test is repeated with the 4 or 5 specimens tested under different loads at each temperature. So ഇതൊരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ആണ് വെക്കുന്നത്, ഒരു പെർട്ടിക്കുലർ സ്ട്രെസ് ആണ് അപ്ലൈ ചെയ്യുന്നത്, ഒരു മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു ടെമ്പറേച്ചർ വേറൊരു മെറ്റീരിയൽ, അതേ മെറ്റീരിയൽ തന്നെ വേറെ സ്പെസിഫിക് തന്നെ വേറെ ടെമ്പറേച്ചറിൽ വേറെ സ്ട്രെസ് അപ്ലൈ ചെയ്യുക. അങ്ങനെ ഡിഫറെൻറ്റ് ഒരു സ്ട്രെസ് അല്ലെ, ഒരു മെറ്റീരിയൽ നമ്മൾ സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ അത് വലിഞ്ഞ് അത് ഇലോങ്ങേറ്റ് ചെയ്താൽ പിന്നെ അത് വെച്ചിട്ട് പിന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്നും ഒരു ടെമ്പറേച്ചറിൽ മെഷർ ചെയ്തും ഒരു പോയിന്റ് കിട്ടും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒരു റിസൾട്ട് കിട്ടും.
Same specimen means same material specimen is used at higher temperature, another temperature and another stress we are applying. അങ്ങനെ ഒരു 4-5 സ്പെസിമെൻ നമുക്ക് സെയിം മെറ്റീരിയലിനെ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ we will get a clear cut figure of the strain happens or the creep happens at a constant temperature and at a constant stress applied, and we can draw a curve by using that values that is known as creep curve. അങ്ങനെയാണ് ക്രീപ്പ് കർവ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ടെമ്പറേച്ചർ സ്ട്രെസ് കൊടുക്കുമ്പോൾ ആദ്യം നല്ലൊരു സ്പീഡിലാണ് സ്ട്രെയിൻ ഉണ്ടാകുന്നത്, പിന്നെ ഒരു പെർട്ടിക്കുലർ ലെവലിലേക്ക് ഇങ്ങനെ കുറഞ്ഞു വരും, കുറഞ്ഞു വന്നിട്ട് പിന്നെ അതായത് കൂടുന്നുണ്ട്, സ്ട്രെയിൻ തന്നെയാണ് സംഭവിക്കുന്നത്, പക്ഷേ അതിൻ്റെ സ്ട്രെയിൻ റേറ്റ് ഈസ് റെഡ്യൂസിങ് ആൻഡ് കോൺസ്റ്റന്റ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം. പിന്നെയും കൊടുത്തു കഴിഞ്ഞാൽ അവസാനം പൊട്ടാനാവും തോന്നിക്കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് നല്ലോണം വരും. അങ്ങനെയാണ് ചെയ്യുന്നത്. അതാണ് ട്രാൻസിയന്റ് കർവ്, സ്റ്റഡി സ്റ്റേറ്റ് കർവ് ആൻഡ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേഴ്ഷ്യറി കർവ്സ് ആർ therefore our creep curve. Primary, secondary and tertiary curves are therefore creep curve that indicates the creep rate, indicates the creep rate at which transient, steady state and tertiary, by which the fracture occurs. ഈ മൂന്ന് നടക്കുന്ന വെച്ചിട്ടാണ് നമ്മൾ ക്രീപ്പ് കർവ് കൂട്ടുന്നത്. ഡൗട്ട് ഉണ്ടെന്നെങ്കിലും ഇല്ല. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ഡക്റ്റൈൽ ബ്രിട്ടിൽ ട്രാൻസിഷൻ, DBDT. ഡക്റ്റൈൽ ബ്രിട്ടിൽ DBTT, ഡക്റ്റൈൽ ബ്രിട്ടിൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ, DBTT. The word we can see in our syllabus, DBTT, ductile brittle transition temperature. So DBT, ductile brittle transition, the name itself indicates that the transformation of ductile material into brittle or brittle material into ductile. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫോർമേഷൻ ആണ് എന്ത് മീൻ ചെയ്യുന്നത്, ഡക്റ്റൈൽ ബ്രിട്ടിലേക്ക് മാറുന്നത്. ഡക്റ്റൈൽ ബ്രിട്ടിൽ DB ആണ്. അപ്പോൾ ഡക്റ്റൈൽ മെറ്റീരിയൽ എങ്ങനെയും ബ്രിട്ടിൽ മെറ്റീരിയൽ ആവുന്നു, ടെമ്പറേച്ചർ എഫക്റ്റ് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ മറ്റു പല എഫക്റ്റ് കൊണ്ടായിരിക്കും. ആ ഒരു ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് മെൻഷൻ ചെയ്യുന്നത്, ഇറ്റ് ഈസ് ഡക്റ്റൈൽ ട്രാൻസിഷൻ. സോ ഏത് സമയത്ത് നടക്കുന്നു, അതിൽ ടെമ്പറേച്ചർ എഫക്റ്റ് എന്താണ് എന്നുള്ള DBDT ടെമ്പറേച്ചർ പഠിക്കാനുണ്ട്. ഈസ് ഓൾസോ an important topic in your module. Sometimes ductile materials fracture abruptly. Ductile materials fracture abruptly and within the very little plastic deformation. So we know that a ductile material will not break or will not undergo failure under lower stress. അല്ലേ, നമ്മൾ സ്ട്രെസ് കൊടുത്ത് അത് ഇലാസ്റ്റിക് പോയിന്റ് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് ഈൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പൊട്ടുന്നത്. അതുകൊണ്ടാണ് ഡക്റ്റൈൽ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ബ്രിട്ടിൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ആ ഇലാസ്റ്റിക് ലിമിറ്റിന്റെ അകത്ത് തന്നെ പൊട്ടിപ്പോകുന്നതാണ് ബ്രിട്ടിൽ മെറ്റീരിയൽ, ബ്രിട്ടിൽ ഫ്രാക്ചർ എന്ന് പറയുന്നത്. ബ്രിട്ടിൽ ഫ്രാക്ചറും ഡക്റ്റൈൽ ഫ്രാക്ചറും പഠിച്ചിട്ടുണ്ട്. ഇത് ഫ്രാക്ചർ വരുന്നതാണ് ടോപ്പിക്ക്. അതായത് ഡക്റ്റൈൽ മെറ്റീരിയൽ ആകുമ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ പൊട്ടും, ബ്രിട്ടിലാകുമ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ പൊട്ടും എന്നൊക്കെ പഠിച്ചതാണ്. അപ്പോൾ അതേപോലെ തന്നെ ചില ഡക്റ്റൈൽ മെറ്റീരിയൽസ് ഡക്റ്റൈൽ പ്രോപ്പർട്ടി കാണിക്കാതെ ചെറിയ ഡിഫോർമേഷൻ തന്നെ പൊട്ടിപ്പോവാണ് സാധ്യത. Some ductile materials fracture abruptly and within the there is a transition from ductile to brittle fracture. So അത് എന്താ, ഡക്റ്റൈൽ ഫ്രാക്ചർ അല്ല, അത് ഒരിക്കലും ബ്രിട്ടിൽ ഫ്രാക്ചർ ആകും. അപ്പോൾ ഡക്റ്റൈൽ മെറ്റീരിയൽ ബ്രിട്ടിൽ ഫ്രാക്ചറിന്റെ എഫക്റ്റ് അല്ലെങ്കിൽ ബിഹേവിയർ കാണിക്കുന്ന ഒരു സ്ഥലമുണ്ട്. So DBT or ductile transition takes place occur when the temperature is lowered. The temperature effect കൊണ്ടാണ് temperature is lowered, the rate of strain is increased. Temperature is lowered and the rate of strain is increased up to above a level, and a notch or stressorizer is introduced into the material. So notch or stressorizer means to improve or to increase the
സ്ട്രെസ് കോൺസെൻട്രേഷൻ ലിമിറ്റ് ആൻഡ് ബൈ അല്ലെ ഡി ബി ഡി ടി സോറി ഡക്റ്റൈൽ മെറ്റീരിയലാണ് സംഭവിക്കുന്നത്. ചെറിയ സ്ട്രെയിൻ അത് കൂടി വന്ന് മെല്ലെ പൊട്ടുന്നു. അപ്പോൾ പെട്ടെന്ന് സ്ട്രെയിൻ ഉണ്ടായാൽ പെട്ടെന്ന് പൊട്ടും, ശരിയല്ല? പെട്ടെന്ന് നല്ല സ്ട്രെയിൻ ഉണ്ടായി കഴിഞ്ഞാൽ റേറ്റ് ഓഫ് സ്ട്രെയിനിങ് ഇൻക്രീസ് ചെയ്ത് ഞാൻ ട്രാൻസിഷൻ റീജിയനിൽ അതാണ് സംഭവിക്കുന്നത്, അല്ല പെട്ടെന്ന് പൊട്ടും, അല്ല പെട്ടെന്ന് സ്ട്രെയിൻ കൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രെയിൻ പെട്ടെന്ന് കൂടിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ലോവർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോച്ചോ സ്ട്രെസ്സൈസസ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട്? നോച്ചോ സ്ട്രെസ്സൈസസ് ആർ യൂസ് നോച്ചോ സ്ട്രെസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ ഇൻക്രീസിങ് ദി സ്ട്രെയിൻ റേറ്റ് ഓർ ബൈ ഇൻക്രീസിങ് ദി ബട്ട് സ്ട്രെസ് കോൺസെൻട്രേഷൻ പോയിന്റ്സ്. സ്ട്രെസ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ സ്ട്രെയിന് കൂടാനുള്ള കാരണമാകുന്ന ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഡക്റ്റൈൽ മെറ്റീരിയൽസ് ബ്രിട്ടിൽ ബിഹേവിയർ കാണിക്കുന്നത് അല്ലെങ്കിൽ ഡക്റ്റൈൽ ടു ബ്രിട്ടിൽ ട്രാൻസിഷൻ നടക്കുന്നത്. റൈറ്റ്? when the temperature is first one is when the temperature is lowered and then the rate of straining is increased, and third one is notch or stress raise introduced in the material. Okay, so ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡി ബി ഡി ടി ഫ്രിഡ്ജിന്റെ ഡക്റ്റൈൽ ടെൻഷൻ ടെമ്പറേച്ചറിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ഡി ബി ടി ടി. So we will study and we will discuss it in our next class.